തമിഴ്നാട് വെള്ളം നൽകി കർണാടക സർക്കാർ തീരുമാനം. കബനി അണക്കെട്ട് തുറന്ന് സെക്കൻഡിൽ 10,000 ഘന അടി വെള്ളം തമിഴ്നാട്ടിലേക്ക് തുറന്നുവിട്ടു. കേരളത്തിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് കബനി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് വെള്ളം നൽകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്. KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, വിവരങ്ങൾ എന്താണ്? വലിയ തർക്കമാണ് ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ദീർഘകാലത്തെ തർക്കം, നിയമ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ. അതിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ കാണണം ഈ തീരുമാനത്തെ? കേരളത്തിൽ വയനാട്, അതുപോലെ തന്നെ കർണാടകയിലെ കൂർഗ് മേഖലകളിലൊക്കെ, തലക്കാവേരി മേഖലകളിലൊക്കെ വലിയ ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് പെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഡാമുകളിൽ വെള്ളം നിറയുന്ന അല്ലെങ്കിൽ സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സ്ഥിതി വന്നത്. ഇതിനെ തുടർന്നാണ് കബനി ഡാമിൽ നിന്ന് ഏതാണ്ട് 10,000 ഘനയടി വെള്ളം പുറത്തുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ തമിഴ്നാട്ടിലെ മേട്ടൂർ ഡാമിൽ ഈ വെള്ളം എത്തിച്ചേരും. എന്നാൽ പോലും നിലവിലെ പ്രതിസന്ധിക്ക് ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. നാളെ ഈ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു ദിവസം 3,500 ക്യൂസെക്സ് വെള്ളം തമിഴ്നാടിന് 15 ദിവസത്തേക്ക് നൽകണം എന്നുള്ളതാണ് കാവേരി റിവർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിലവിലുള്ള ഉത്തരവ്. അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം കർണാടകയിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു സർവകക്ഷി യോഗം മുഖ്യമന്ത്രി DK ശിവകുമാർ വിളിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയാവുക. മുൻ മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ, ഈ മൈസൂരു മേഖലയിൽ നിന്ന്, കാവേരി ബേസിൽ നിന്നുള്ള ജനപ്രതിനിധികളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് കാലാവസ്ഥ മെച്ചപ്പെടുകയും മഴ ശക്തമാവുകയും ഡാമിൽ അത്യാവശ്യം വെള്ളം ലഭിക്കുന്ന രീതിയിലേക്ക് പോയത്. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.